ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ ആര്യനെയും ജിസേലിനെയും ബിഗ് ബോസ് കൈയോടെ പൊക്കിയിരിക്കുകയാണ്. അവരുടെ കള്ളത്തരങ്ങൾ ബിഗ് ബോസ് കൈയോടെ പൊക്കി പ്രേക്ഷകർക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അതായത് അന്ന് അനുവുമായുള്ള ആ ഒരു പ്രശ്നത്തിന് ശേഷം ഒരുപക്ഷെ ബിഗ് ബോസ് ആദ്യമായിട്ടായിരിക്കും ഇത്രയും സമയം ആര്യനെയും ജിസേലിനെയും ഫോക്കസ് ചെയ്ത് ഒരൊറ്റ ഫോക്കസിൽ കാണിക്കുന്നത്. അതായത് ആര്യനും ജിസേലും ഫേസ് ടു ഫേസ് ആയിട്ട് ഇന്നലെ രാത്രി കിടക്കുകയാണ്. ഈ സമയത്ത് മൈക്ക് ഊരി വെച്ചുകൊണ്ട് ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവരെന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നില്ല. ഓൾറെഡി മൈക്ക് ഊരി വെച്ച് അവർ കിടക്കുകയല്ല, ഇരിക്കുകയാണെങ്കിൽ പോലും സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമാവില്ല. പക്ഷേ കിടന്നുകൊണ്ട് സംസാരിക്കുന്നത് ഒട്ടും തന്നെ ക്ലിയർഡ് ആവുന്നില്ല. പക്ഷേ ബിഗ് ബോസ് ഒരുപാട് നേരം ഇവരെ തന്നെ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവർ മൈക്ക് ഊരി വെച്ചിട്ട് ഇവരുടെ സ്ട്രാറ്റജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗെയിം പ്ലാനുകളായിരിക്കും ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം ബിഗ് ബോസ് മൈക്ക് ധരിക്കാനായിട്ട് ഇവരോട് അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം ഇവർ മൈക്ക് ധരിച്ചതിന് ശേഷം നൂറയുടെ ആ ഒരു ഗെയിം, അല്ലെങ്കിൽ നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റിയെക്കുറിച്ചും നൂറ സേഫായി എന്ന കാര്യമൊക്കെ ആര്യൻ ജിസേലിനോട് പറയുന്നുണ്ട്. ജിസേൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തലയാട്ടിക്കൊണ്ട് അവിടെ കിടക്കുകയാണ്. അതാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പക്ഷെ അതിന് മുൻപ് എന്ത് സംസാരിച്ചു എന്നത് നമുക്ക് വ്യക്തമായിട്ടില്ല. അതെന്താണ് സംസാരിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. ഒരു പക്ഷേ ആര്യനും ജിസേലും ഗെയിമിനെ കുറിച്ചായിരിക്കാം സംസാരിച്ചിട്ടുണ്ടാവുക. ഇവർ ഏറെ വൈകിട്ട് മൈക്ക് അഴിച്ചു വെച്ച് സംസാരിക്കുന്നത് ഒരുപക്ഷെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവാം. പക്ഷെ അത് നമുക്ക് ക്ലിയർ ആവുന്നില്ല. എങ്കിൽ കൂടി ഇവർ മാത്രമല്ല മറ്റൊരുപാട് പേരും ഉറങ്ങുന്ന സമയത്ത് മാത്രമേ മൈക്ക് അഴിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇവർ കിടക്കുന്ന സമയത്ത് അതിനെ മൈക്ക് അഴിച്ചു വെച്ചുകൊണ്ട് ഏറെ സംസാരിക്കുകയും പിന്നെ ഉറങ്ങുന്നതുമൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒരുപക്ഷെ ഇത് ഒരുപാട് പ്രേക്ഷകർ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കാരണം അത്രമാത്രം ബിഗ് ബോസ് ഇവരെ തന്നെ ഇന്നലെ കാണിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാവാനായിട്ടായിരിക്കാം ബിഗ് ബോസ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇതിനു മുൻപിൽ ഇവർ സംസാരിച്ചിരുന്ന ഒരു കാര്യം നമുക്ക് ക്ലിയർ അല്ല. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും.